ഓം ശ്രീ സായിറാം. എല്ലാമായ സർവദേവതാ സ്വരൂപങ്ങളെയും ഉൾക്കൊള്ളുന്ന, സർവമതസാരങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂമിയിലെ അവതാര പരമ്പരയിലെ പ്രേമാവതാരമായ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സർവവും സമർപ്പിക്കുകയാണ്. ലോകമെമ്പാടും ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനം വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യവേളയിൽ നമുക്കറിയാം, ഓരോ ആഘോഷങ്ങളുടെ പുറകിലും മനുഷ്യ നന്മയ്ക്ക് ഉപകാരമായ ഫലപ്രദമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മളത് ആഘോഷപ്രദമാക്കാൻ. നമ്മുടെ ആപ്തവാക്യങ്ങൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, അവനവൻ സുഖത്തിന് ആചരിക്കുന്നത് മറ്റൊരുത്തന് ദുഃഖത്തിന് കാരണമാകരുത്. നമ്മുടെ അടിസ്ഥാന പ്രമാണം. ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഇതിൽ അധിഷ്ഠിതമാണ്. എല്ലാവരെയും സ്നേഹത്തോടെ, വിശ്വപ്രേമത്തിൻ്റെ, വിശ്വസ്നേഹത്തിൻ്റെ, വിശ്വസാഹോദര്യത്തിൻ്റെ ഉറവിടമാണ് ഭാരതം. അതിൻ്റെ തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയും. ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് പല സംഘർഷങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമായും ജാതീയമായും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ എല്ലാ ആൾക്കാരെയും, എല്ലാ ജാതി മത സമൂഹത്തെയും രണ്ട് കൈയും നീട്ടി സ്നേഹത്തോടെ സ്വീകരിച്ച ഒരു സംസ്കാരമാണ് ഭാരതത്തിനുള്ളതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെയാണ് ഇവിടെ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ജൂത സഹോദരങ്ങൾ വരെ നമ്മൾ സ്വീകരിക്കപ്പെട്ടവരാണ്, ഏത് മതത്തിനെയും. കാരണം ഇവിടെ ഉള്ളവർക്കറിയാം, ഇവിടുത്തെ പൂർവികർക്കറിയാം, ലോകത്ത് ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യനാണ് സർവർക്കും ഊർജം പകർന്ന് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നത്. സർവരും ശ്വസിക്കുന്നത് ഒരേ അന്തരീക്ഷത്തിലെ വായുവിലേക്കാണ് വലിച്ചെടുക്കുന്നതും അവിടേക്ക് തിരിച്ചുവിടുന്നതും. ഒരേ മണ്ണിൽ നിന്നും നമ്മൾ ജീവൻ ഉത്ഭവിക്കുന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പിന്നെ എന്തിനാണ് ഈ വേർതിരിവ്? എന്തിൻ്റെ പേരിലാണ് വേർതിരിവ്? ഇവിടെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ഭഗവാൻ നമ്മളെല്ലാം ഈശ്വരന്മാരാക്കണമെങ്കിൽ, അത് ഭഗവാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഭഗവാൻ സത്യസായി ബാബ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ പലർക്കും സംശയമാണ്, എങ്ങനെ ഭഗവാനാവും? ഒരിക്കൽ ഒരു ലോകോത്തര ഇന്റർവ്യൂവർ വന്ന് ചോദിച്ചപ്പോൾ, അങ്ങ് ഭഗവാനാണോ എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ പറഞ്ഞ മറുപടി, ഞാൻ ഈശ്വരനാണ്, ആ സത്യം എനിക്ക് തിരിച്ചറിയാം, നീയും ഈശ്വരനാണ്, ആ സത്യം നിനക്ക് തിരിച്ചറിഞ്ഞൂടാം. ഇതാണ് വിഷയം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മളെല്ലാം എല്ലാ മതത്തിലും സൃഷ്ടാവ് ഒരേ ഒരാളാണ്. നമ്മളെല്ലാം പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്തുള്ള സൃഷ്ടാവ്, സൃഷ്ടിയുടെ ഒരാളാണെങ്കിൽ ഈ സൃഷ്ടികളെല്ലാം പിന്നെ എന്തോ ദൈവത്തിൻ്റെ അംശങ്ങളാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ ചിന്തിച്ച് നോക്കിയാൽ മതി. അല്ലേ? ശരിയല്ലേ? ഈശ്വരനാണ് സൃഷ്ടാവെങ്കിൽ സകല സൃഷ്ടികളും ഈശ്വരൻ്റേതാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം? നമ്മൾ തിരിച്ചറിയണം. അറിവ് വേണം, പ്രജ്ഞാനം വേണം, വിജ്ഞാനം വേണം. അല്ലാതെ നമ്മൾ അന്ധവിശ്വാസികളായി വിദ്വേഷം പഠിച്ച് പരസ്പരം മതിൽ കെട്ടി തിരിച്ച് കാണുമ്പോൾ വിദ്വേഷത്തിൻ്റെ ഊർജം പ്രസരിപ്പിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കി ലോകത്തെ നശിപ്പിക്കുകയല്ല വേണ്ടത്. സ്വാമി പറയുന്ന അവിടെയാണ് പ്രേമത്തിൻ്റെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്നേഹം എന്ന് പറയുന്നത് ഭൂമുഖത്തു നിന്നും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യമായ വസ്തുവാണ്. നിങ്ങൾ ഏത് കുടുംബം പരിശോധിച്ച് നോക്കൂ, രാഷ്ട്രീയ കക്ഷികളെ പരിശോധിച്ച് നോക്കൂ, മതങ്ങളെ പരിശോധിച്ചു, അവിടെ എല്ലാം സ്നേഹത്തിൻ്റെ കുറവ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, അവതാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അത് ക്രിസ്തു ആയാലും കൃഷ്ണനായാലും മെസ്സഞ്ചേഴ്സായിട്ട് വന്നവരായാലും ഒക്കെ പറയുന്നത് ലോക സാഹോദര്യം, ലോക മാനവികതയാണ്. ഇതുണ്ടെങ്കിലേ നമുക്ക് സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും. ഞാൻ ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളടങ്ങുന്ന ന്യൂക്ലിയർ കുടുംബത്തിൽ പരസ്പര സ്നേഹവും ധാരണയില്ലാതെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്
1000 പേരെ കണ്ണ് കാണിച്ചതോ കടലിൻ്റെ പുറത്തൂടെ നടക്കുക അത് മാജിക്കാവാൻ നിങ്ങൾക്ക് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷെ പ്രയോജനമുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു തന്ന കാര്യം നമ്മൾ എപ്പോഴും എന്നും ഓർക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ പരമാവധി പീഡിപ്പിച്ച് വധിക്കാൻ കള്ളനും കൊള്ളക്കാരനുമാക്കി ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് മുൾക്കിരീടം തലയിൽ ചാർത്തി വെല്ലുവിളിക്കുകയാണ്. നിന്റെ പിതാവ് ഈശ്വരനാണെങ്കിൽ വന്ന് രക്ഷിക്കാൻ പറയുമെന്നും പറഞ്ഞിട്ട് പീഡനത്തിൻ്റെ ഒരു പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുന്നവർക്കറിയാം. സാധാരണ മനുഷ്യർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോഴും ഉള്ള ആ ഈശ്വര അവതാരത്തിന് സ്നേഹം എന്തെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഇത്രയും പീഡകരോട് പറഞ്ഞ കാര്യമാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. ഈശ്വര പിതാവേ, ഇവരറിഞ്ഞുകൂടാതെയാണ് ചെയ്യുന്നത്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥ സാധാരണ മനുഷ്യനുണ്ടാവും. അപ്പോൾ വിളിച്ച് കേണപേക്ഷിച്ചാൽ ഇവരെല്ലാം ഇടിവെട്ടി ചാകട്ടെ, കത്തിച്ചാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ സംഭവിക്കുമായിരുന്നു. പക്ഷേ ജീസസ് ക്രൈസ്റ്റിൻ്റെ മഹത്വം അവിടെയാണ്. ഒരു മിനിറ്റ് നിങ്ങൾ മനസ്സമാനത്താൽ, അല്ലാതെ മറ്റ് അത്ഭുതങ്ങളോ കുരുടനെ കാണിച്ചതോ ഒന്നും അല്ല, അത് ഇന്നും കാണില്ല. പക്ഷേ അദ്ദേഹം കാണിച്ചു തന്ന ആ വഴി, സ്നേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ സ്വർഗമാണ്. ശത്രുവിനോട് ക്ഷമിക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ അസുഖങ്ങൾക്ക് വരാൻ കാരണം നമ്മുടെ ജീവിതചര്യയും ഇന്നത്തെ സാമൂഹിക എന്താ പറയുക മലിനീകരണം കൊണ്ടാണ്. അപ്പം ഇതൊക്കെ മാറ്റണമെങ്കിൽ മനുഷ്യ മനസ്സുകൾ, മാലിന്യപ്പെട്ടിരിക്കുന്ന മനസ്സുകൾ ശുദ്ധീകരിക്കണം. അതിനും സ്നേഹം കൊണ്ടേ കഴിയും. അതിനും സ്നേഹം കൊണ്ട്. അപ്പം സ്നേഹത്തിൻ്റെ നമ്മൾ വെറുതെ ഈ പറഞ്ഞു കളയാനുള്ളതല്ല സ്നേഹം. സ്നേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷാൽ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. അത് ക്രിസ്തുവായിട്ടും കൃഷ്ണനായിട്ടും ഒരുപാട് അവതാരങ്ങൾ വരും. അവതാരത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ താഴേക്ക് ഇറങ്ങി വരിക. നമ്മൾ താഴേക്ക് പോകാൻ തയ്യാറല്ല. ദിവസം നമുക്ക് തരുന്ന പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും മാതാപിതാക്കളോടും സമൂഹത്തിനോടും ഒക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, സ്നേഹപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്ഥിരം പറയാറുള്ളൂ, 1 കിലോ അരി വാങ്ങിക്കുമ്പോൾ 50 രൂപയാണ് വിലയെങ്കിൽ നമ്മൾ 50 രൂപ കൊടുക്കുമ്പം അവിടെ കൊണ്ട് തീരുന്നു അല്ല. ആ ഒരു അരി ഉണ്ടാകാൻ പ്രകൃതി എടുക്കുന്ന സമയം, പ്രകൃതി എടുക്കുന്ന കരുതൽ, അത് ഉണ്ടാക്കിയാനെടുക്കുന്ന കർഷകൻ്റെ അധ്വാനം, അത് ചുമന്ന് മില്ലിൽ കൊണ്ടുപോയി അരിയായിട്ട് വരുമ്പോൾ ഇനി അരി വാങ്ങിച്ച് നമ്മൾ കഴിച്ചാലും ദഹിക്കണം. അകത്തെന്ത് നടക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആർക്കെങ്കിലും അറിയാം ഇവിടെയുള്ള നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിപ്പ് ചെയ്ത് കൊല്ലാൻ കഴിയുന്ന ഒരു മനുഷ്യന്, ഒരു ജീവി, അത് ചെകുത്താനാണോ മൃഗമാണോ മനുഷ്യനാണോ ദൈവമാണോ? ചെകുത്താനും താഴെയാണ്. ചെകുത്താനും ചെയ്യില്ല. മെച്യൂരിറ്റി ആവാതെ ഒരു കുഞ്ഞിനെ ഒരിക്കലും മറ്റു രീതിയിൽ ലൈംഗികമായി ഉപയോഗിക്കില്ല. മനുഷ്യന് മാത്രമേ കഴിയൂ. അപ്പോൾ മനുഷ്യൻ എന്താവാൻ കഴിയും? പിശാചോ മൃഗമോ അതിന് താഴെ ആകാൻ കഴിയും. ഇതേ മനുഷ്യന് ദൈവമാകാനും കഴിയും. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക, അവൻ്റെ കണ്ണീരൊപ്പുക, അവൻ്റെ ആവശ്യം അറിഞ്ഞ് സഹായിക്കുക, സ്വന്തം കാര്യം പോലും മാറ്റിവെച്ച്, ഇത് ദൈവികതയാണ്. സൂര്യനും പ്രകൃതിയും നമുക്ക് ഈശ്വരീയമായ ഡയറക്റ്റ്. സൂര്യൻ നമ്മളെ ഒന്നും ചോദിക്കില്ല, ചുമ്മാ തന്നുകൊണ്ടിരിക്കുന്നു. വായു ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ശ്വസിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ ആരോടെങ്കിലും നന്ദി പറയുന്നുണ്ടോ? ആർക്കെങ്കിലും ടാക്സ് ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ നിസ്വാർത്ഥ സേവനമാണ് ഭഗവാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. നമ്മൾ ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മളിവിടെ എത്രയോ വർഷങ്ങളായി വെള്ളാറുണ്ടായി. ഇവിടെ എനിക്കൊന്നും ഇത് എത്രാമത്തെ വർഷമാണെന്ന് അറിയാം ആർക്കെങ്കിലും ഇവിടെ തുടങ്ങിയിട്ട്? 4 വർഷം, 4ാമത്തെ വർഷം. അത് ഭഗവാന്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഇറ്റ്സ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്വാമീസ് ലവ്. നമ്മൾ പറയുക മാത്രമല്ല, നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് സമൂഹത്തിന് അത് പരസ്യപ്പെടുത്താറുമില്ല. അച്ഛൻ മകനോ മകൾക്കോ വേണ്ടി ചെയ്യുന്ന ഉപകാരം പത്രത്തിൽ കൊടുക്കാറില്ല. അതുപോലെ നമ്മൾ നിശബ്ദമായി ഭഗവാൻ പറയുന്നതാണ്. അത്തരത്തിൽ നിശബ്ദ സ്നേഹ സേവകരാണ്. സ്നേഹം വാക്കിലും കർമ്മം പ്രവൃത്തിയിലും വരുമ്പോഴാണ് അതിൻ്റെ റിയാക്ഷൻ പ്രക്ഷതമാണ്. നമ്മൾ ഈ പറയുന്ന ആൾക്കാർക്ക് സദ്യ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, തുണി കൊടുക്കുന്നു, അവർക്ക് വേണ്ട നമ്മളാൽ ആവുന്ന അണ്ണാരക്കണ്ണനും തന്നാലായെന്ന് പ്രയോഗം. അത്തരം ഭഗവാന്റെ പാതാരം എന്തെങ്കിലും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ സേവന പ്രവർത്തനങ്ങൾ ത്യാഗവൃത്തിയോട് നടത്തുന്ന സത്യസായി സേവാ സംഘം ഫോർട്ടിൻ്റെ എല്ലാ വർഷവും ഭഗവാന്റെ ബർത്ത്ഡേയോടും അല്ലാതെ പ്രതിമാസവും നിശ്ചിത ദിവസം ഇവിടുത്തെ ആൾക്കാർക്ക് കൃത്യമായി മെഡിക്കൽ പരിശോധന നടത്തി വരികയാണ് അനവധി നാളുകളായിട്ട്. അതിനോട് ഇന്ന് ഭഗവാന്റെ 100ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മാസം നവംബർ 23 ലോകമാസകലമുള്ള എല്ലാ ജനങ്ങളും ജാതീയതയും വംശീയതയും ദേശത്തിൻ്റെ അതിരുകളും ഒന്നുമില്ലാതെ തന്നെ സാർവലൗകികമായി സമസ്ത ഈശ്വരീയമായ രൂപങ്ങളെയും ഭജിക്കുന്ന സമസ്ത ജനങ്ങളും ഭഗവാനെ ഒരു പ്രപഞ്ച ദാതാവായും ഒരു അവതാര പുരുഷനായും നിയന്താവായും സൃഷ്ടാവായും സഹായിയായും
സംരക്ഷകനായും പ്രചോദകനായും എല്ലാമായി കണ്ട് ലോകത്തിലുള്ള സകല സമസ്ത ജനങ്ങളും ഇന്നേ ദിവസം ഈ കാലയളവിൽ ഭക്തിപൂർവം ആദരപൂർവം ആനന്ദത്തോട് സ്മരിക്കുന്ന പുണ്യ ദിനങ്ങളാണ് ഈ നവംബർ മാസം. ഈ നവംബർ മാസം പ്രഭാഷകനായ സായി നീതിയുടെ സംസ്ഥാന തലത്തിൽ ചുമതലയുള്ള രാജപ്രതാവ് മുഖ്യ പ്രഭാഷകനാണ്. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ എൻ്റെ കാര്യമില്ല. കാരണം പ്രവൃത്തി കൊണ്ടാണ് സ്വാമി ഓരോരുത്തരെയും ഗണിക്കുന്നത്, കണക്കാക്കുന്നത്. പ്രഭാഷണത്തിൽ നമ്മൾ ഹീറോ ആയിട്ട് കാര്യമില്ല, പ്രവൃത്തിയിലാണ് നമ്മൾ ഹീറോയിസം കാണിക്കേണ്ടതെന്നാണ് സ്വാമി നമുക്ക് തന്നിട്ടുള്ള മാർഗരേഖ. എന്ത് നമ്മൾ പറയുന്നുവോ അത് നമ്മൾ ആചരിക്കണം. നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഇന്നിപ്പം കാണുന്നത് സമസ്യ അങ്ങനെയല്ല. ഒന്നും പറയാതെ തന്നെ എല്ലാം ചെയ്തുവെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഇതിൻ്റെ ഈ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ഈ വാർഡിലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഗീതാ മുരുകനാണ് ഈ വാർഡിൻ്റെ ജനപ്രതിനിധി. അത് ഈ മഹിളാരത്നത്തെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിലും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സ്മരിച്ചുകൊണ്ട് അത്യന്തം ശ്രേഷ്ഠമായ ഈ ഒരു സേവന ദൗത്യം അഭംഗുരം നന്നായിട്ട് നമുക്ക് തുടരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആദരപൂർവം ആ മഹിളാരത്നത്തെ ക്ഷണിച്ചു പോകും. സായിറാം. നമസ്തേ. സായിബാബയുടെ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളുടെ പേര് വ്യക്തമായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ഈ കരയോഗത്തിൻ്റെ ഭാരവാഹികൾ മോഹൻ സാറ്, ശ്രീ വിനോദ് ബാബു സാറ്, ശ്രീകുമാരൻ നമ്പി സാർ, വിജയൻ സാറ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മെമ്പർ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സാറിന് ഇവിടെ എത്താൻ കഴിയില്ല. അതിന് വരെ നമ്മുടെ കരയോഗത്തിൻ്റെ തന്നെ ഭാരവാഹികളായ 2 പേരെ ജയണ്ണനെയും മോഹൻ സാറിനെയും ഈ പരിപാടിയിലേക്ക് എത്താൻ സാർ അറിയിച്ചു. അപ്പോൾ 2 പേരും എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മഹത്തായ കർമ്മത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ഡോക്ടർമാർ, വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ ഗ്രാമവാസികളെ, ഇത് 4ാമത്തെ വർഷമാണ് ഈ കരയോഗത്തിൽ നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഈ 4 വർഷവും എനിക്കതിലൊരു അംഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിലിന്ന് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. ഞാൻ പോലും അറിഞ്ഞില്ല. ഒരു ഉദ്ഘാടന കർമ്മം എന്നെക്കൊണ്ട് നിർവഹിക്കാനാണ് ഭഗവാന്റെ യോഗം എനിക്ക് ഇന്ന് തന്നത്. കഴിഞ്ഞ വർഷം വരെ വേറെ മഹത് വ്യക്തികളായിരുന്നു. അപ്പം ഇത് എന്താ പറയേണ്ടറിയില്ല. ഒരു വലിയൊരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് രീതിയിൽ, പല രീതിയിൽ, മരുന്നായിട്ടായാലും വീടായിട്ടായാലും വസ്ത്രമായിട്ടായാലും ആഹാര സാധനമായിട്ടായാലും നമുക്കിങ്ങനെ ഒരു കാര്യം നടത്താൻ വേണ്ടി സായി ഗ്രാമത്തിലെ എല്ലാ പ്രവർത്തകർക്കും കഴിയുന്നു എന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതിലൊരു അംഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും വരും വർഷങ്ങളിലും, അടുത്ത എൻ്റെ മെമ്പർ സ്ഥാനം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വരും വർഷങ്ങളിലും ഞാനും നിങ്ങളെ കൂടെ ഒരാളായിട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. സാറ് പറഞ്ഞാലും ഇവിടെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ലെങ്കിലും നമ്മുടെ ഈ ഹാളിനെ പറ്റിയും ഹാൾ തന്ന ഭാരവാഹികളെ പറ്റി 2 കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അകത്തുള്ള ഹാളിൽ എവിടെയെങ്കിലും നമ്മൾ അന്വേഷിച്ചാൽ അവർക്ക് അതിനുള്ള ചെറിയതായിട്ടുണ്ടെങ്കിലും ഒരു വാടക കൊടുക്കണം, അല്ലെങ്കിൽ കറണ്ടിൻ്റെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്നതിന് അവർക്കുള്ള ശമ്പളമായെന്നും പറഞ്ഞ് കൊടുക്കണം. പക്ഷെ നമ്മുടെ ഈ ഹാളിന് വേണ്ടി ഇന്ന് വരെ 1 രൂപ പോലും എൻ്റെ നിന്നും വാങ്ങിയിട്ടില്ല, ഇവിടെ നിന്നും വാങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആ ഒരു പരിപാടിക്ക് എല്ലാ കാര്യത്തിനും ഞങ്ങളെ സഹായിച്ച ഈ കരയോഗത്തിൻ്റെ എല്ലാ വിജയൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാ സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇതിൽ സംബന്ധിച്ച എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയംഗമമായ നമസ്കാരം.
അപ്രതീക്ഷിതമായിട്ടാണ് ഈ വേദിയിൽ ഞാൻ വന്നു ചേർന്നത്. ഇതിൻ്റെ പ്രസിഡൻ്റാണ് പതിവായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അസൗകര്യം നിമിത്തം ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഭഗവാന്റെ ഒരു നിയോഗം എന്ന പോലെയാണ് ഞാൻ പരിഗണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ വരുന്നതുവരെ ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുമെന്ന് കരുതിയതേയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ശ്രീ ജയകുമാർ ഇക്കാര്യം എന്നെ അറിയിച്ചതും അങ്ങനെ ഞാനിവിടെ വന്നു നിൽക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, ആരാധ്യയായ പഞ്ചായത്ത് മെമ്പർ അഭിപ്രായപ്പെട്ടതുപോലെ 4 വർഷമായി എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ഈ ഹാളിൽ ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. ഒരു സംശയം ഉന്നയിച്ചു പഞ്ചായത്ത് മെമ്പർ. ഇതിന് വാടക കൊടുക്കുന്നില്ലെന്നാണ് ബഹുമാനപ്പെട്ട മെമ്പറുടെ അറിവ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ ഹാളിന് ഈ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു പരിപാടിക്കും ഒരു പൈസയും വാടകയായിട്ട് വാങ്ങുന്നില്ല. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. എന്ന് മാത്രമല്ല, ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ആതുര ശുശ്രൂഷ സംരംഭം ഒരു മഹത്തായ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഇനി എത്ര കാലം വേണമെങ്കിലും ഇവിടെ തുടരാവുന്നതാണ്. അത് തികച്ചും സൗജന്യമായിട്ടായിരിക്കും. പിന്നെ ഇന്നത്തെ ഈ സംരംഭത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഹൃദയസംഗമം 2025 എന്നാണ്. ഹൃദയങ്ങളുടെ സംഗമം എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യ ഹൃദയങ്ങളുടെ സംഗമം. ഈ സംഗമത്തിന് ജാതിയോ പ്രത്യയശാസ്ത്രപരമായ ഭേദചിന്തയോ മതമോ ഒന്നുമില്ല. എല്ലാ ആൾക്കാരും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇവിടെ സംഗമിച്ചിരിക്കുകയാണ്. ഈ ഇതിലെ ഒരു ഞങ്ങളുടെ പ്രവർത്തനം ചെയ്യേണ്ടത് ഞങ്ങളുടെ തുടക്കമേ അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഇന്നത്തെ അമിതമായ ചികിത്സാ ചെലവിൻ്റെ നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുടെ ഇന്ന് ഇപ്പോൾ അതിന് പ്രവർത്തിക്കുന്നതിൽ കുറേ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അത്രേ അതിന് കഴിയുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ പിന്നെ പുറത്തുള്ള പ്രൈവറ്റ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന അമിത ചികിത്സാ ചെലവിൻ്റെ കാലത്ത് ഈ സത്യസായി കേന്ദ്രം ഇങ്ങനെ ഒരു സത്പ്രവൃത്തി നടത്തുന്നത് വളരെ വളരെ സാധാരണക്കാർക്ക് പുണ്യമായി കരുതുന്നു. അത് ചെയ്യുകയും അതിനുവേണ്ടി സദാസമയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തകരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അവർക്ക് ഈ ഭഗവാൻ എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം ശ്രീ സായിരാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. നമ്മൾ ഈ വരുന്ന ഒരാഴ്ച ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ 100ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട 1000 പ്രവർത്തനങ്ങൾ നാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പുട്ടപ്പർത്തിയിൽ ഭഗവാന്റെ സന്നിധിയിൽ 50,000 മുതൽ 2 ലക്ഷം പേരാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഭഗവാന്റെ ദർശനത്തിനായി എത്തുന്നത്, ഭഗവാന്റെ സമാധി ദർശനത്തിനായി വരുന്നത്. ഈ വരുന്ന മുഴുവൻ പേർക്കും സൗജന്യ ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ഈ വരുന്ന മുഴുവൻ പേർക്കും ഭഗവാൻ സൗജന്യ ഭക്ഷണമാണ് കൊടുക്കുന്നത് അവിടുന്ന്. അപ്പോൾ ഈ ഒരു മാസമായി അത് തുടങ്ങുകയാണ്. നവംബർ 1 തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത് ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇത് മാനവരാശിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ചെയ്യുന്നത്. സ്വാമി നമുക്ക് തന്നിട്ട് പോയ, നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനായി നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിച്ച ഏറ്റവും വലിയ ആപ്തവാക്യമാണ് എല്ലാ പേരെയും സ്നേഹിക്കുക, എല്ലാ പേരെയും സേവിക്കുക. ലവ് ഓൾ, സെർവ് ഓൾ. പിന്നെ സ്വാമി ഒന്നുകൂടെ പറഞ്ഞു, ഹെൽപ്പ് എവർ, ഹർട്ട് നെവർ. ആരെയും നമ്മൾ ദ്രോഹിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. ഇത് രണ്ടും മാത്രമേ സ്വാമി നമുക്ക്
ഈ സ്വാമി 86 വർഷം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും സ്വാമി എന്നും 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 ഓരോ നിമിഷവും സ്വാമി നമ്മളോട് പറഞ്ഞത് ലവ് ലവ് ലവ്, സ്നേഹം സ്നേഹം സ്നേഹം. നേരത്തെ തമ്പി സാറ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, സ്നേഹത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാമി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു വീട്ടിൽ എന്ത് വേണം? സ്നേഹം വേണം. അപ്പോൾ സ്വാമി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഏത് വീടായാലും ഏത് സമൂഹമായാലും വ്യക്തികൾ ആദ്യം നമ്മൾ സ്വയം ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ തത്വം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഭഗവാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ സ്വയം, നിങ്ങൾ ആരോടും ദേഷ്യത്തോടെ സംസാരിക്കരുത്, ആരോടും വിദ്വേഷം കാണിക്കരുത്. അങ്ങനെ നിങ്ങൾക്കാകാൻ കഴിയുമെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ ആകാൻ കഴിയും. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും അവിടെ ഉണ്ടാകുകയില്ല. നിങ്ങൾ ഏത് പ്രശ്നത്തെയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും നേരിടാൻ നിങ്ങൾക്കൊരു പക്വത കൈവരും. ആ പക്വത ഉണ്ടാക്കുകയാണ് ഈ ജന്മം നമുക്ക് വേണ്ടത്. നമ്മളിൽ എത്ര പേര് അതുണ്ടാക്കിയിട്ടുണ്ട്? നമുക്കിപ്പോൾ 70 അല്ലെങ്കിൽ 60 50 വയസ്സൊക്കെ ആയിട്ടുള്ളവരാണ്. ഇനി നമ്മൾ എന്നതുണ്ടാക്കും? ഭഗവാൻ തൻ്റെ ജീവിതകാലത്ത് ആരോടും ദേഷ്യപ്പെടാനോ വിദ്വേഷം പറയാനോ സ്വാമിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വാമി ആരോടും തിരിച്ചെതിർക്കാൻ പോയിട്ടില്ല. ഭഗവാൻ ചെയ്തത് എന്തായിരുന്നു? സ്വാമി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു, നിങ്ങൾ പറയുന്ന വ്യക്തിയല്ല ഞാൻ എന്താണെന്ന് എൻ്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് കാണാം. ഭഗവാൻ ജനിച്ച സ്ഥലം പുട്ടപ്പർത്തി എന്ന് പറയുന്നത് പുറ്റുകളുള്ള സ്ഥലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പുറ്റുകൾ എന്താണെന്നുള്ളത്. അവിടെ ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അതിന് ചില കഥകളുണ്ട്, എന്തുകൊണ്ടാണ് ആ പുറ്റ് നിറഞ്ഞ സ്ഥലം അങ്ങനെ ഉണ്ടായതെന്നൊക്കെ ഉള്ളത്. അതിലോട്ട് ഞാൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു കുടിവെള്ളമില്ല, ഒരു ആശുപത്രിയില്ല, പിന്നെ മണിക്കൂറുകളോളം നടന്നു വേണം, കിലോമീറ്ററുകൾ നടന്നു വേണം വെള്ളമെടുക്കാൻ പോകാൻ, ഒരു ആശുപത്രിയിൽ പോകാൻ. ഭഗവാന്റെ അമ്മ പറഞ്ഞു, മകനെ, സ്വാമി തൻ്റെ 14ാമത്തെ വയസ്സിൽ ഭഗവാൻ എന്ത് ചെയ്തു? 14ാമത്തെ വയസ്സിൽ സ്വാമി പറഞ്ഞു, ഞാൻ കുടുംബ ബന്ധം വിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്കുള്ളതല്ല, ഞാൻ ഈ സമൂഹത്തിനുള്ളതാണ്, ഞാൻ ഈ ലോകത്തിനുള്ളതാണ്, ഞാൻ സത്യസായി ബാബയാണെന്ന് പറഞ്ഞ് സ്വാമി അങ്ങ് സമൂഹത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോ ഭഗവാൻ അന്ന് മുതൽ അതുവരെയും 14 വയസ്സുവരെയും ഭഗവാനെ എങ്ങനെയെല്ലാം പീഡിപ്പിക്കാമോ അങ്ങനെയെല്ലാം പീഡിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? പേടിച്ചു പോയി. കാരണം ഈ പയ്യൻ ഒരുപാട് അത്ഭുത ലീലകൾ കാണിക്കുന്നു. ഇത് എന്തോ കള്ളത്തരമാണ്, മാജിക്കാണ്, അല്ലെങ്കിൽ വേറെ എന്തോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇത് ഉണ്ടായി വന്നിട്ടുള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് പല തരത്തിൽ അദ്ദേഹത്തെ മൃഗീയമായി മർദ്ദിക്കുകയും പല 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 പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു. പക്ഷേ 14ാം വയസ്സിൽ തൻ്റെ ദിവ്യ രഹസ്യം അദ്ദേഹം എല്ലാവരുടെ മുമ്പേയും അത് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി. പിന്നെ സ്വാമി തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭഗവാൻ ചെയ്തത് എന്തായിരുന്നു? എല്ലാ പേരെയും സ്നേഹിച്ചു, എല്ലാ പേരെയും സേവിച്ചു. എങ്ങനെയാണ് അത് ചെയ്തത്? സ്വാമി ചെയ്ത മറ്റൊന്നുമല്ല. അമ്മ പറഞ്ഞു, മകനെ, നീ പുട്ടപ്പർത്തി വിട്ട് ഒരിടവും പോകരുത്, എന്ന് നീ പുട്ടപ്പർത്തിയിൽ തന്നെ കാണണം. പിന്നെ പറഞ്ഞു, ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ല, നമുക്കൊരു ഹോസ്പിറ്റൽ വേണം. ഇവിടെ പഠിക്കാൻ വിദ്യാലയങ്ങൾ നല്ലതില്ല, അത് വേണം. സ്വാമി പറഞ്ഞു, ഞാൻ അമ്മയ്ക്ക് അഷ്വറൻസ് തരുന്നു, ഇതെല്ലാം ഇവിടെ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കൂ, ലോകത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു കോളേജ് ഭഗവാൻ 1968 അനന്തപൂർ ജില്ലയിൽ ഭഗവാൻ സ്ഥാപിച്ചു. 1968 നാം മനസ്സിലാക്കുക, ആദ്യം സ്ഥാപിച്ചത് പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യത്തോടു കൂടിയ സ്കൂൾ വിദ്യാഭ്യാസമാണ്, കോളേജ് വിദ്യാഭ്യാസമാണ് സ്വാമി ചെയ്തത്. അപ്പോൾ സ്ത്രീകളെ സമൂഹത്തിൽ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ആയിരുന്നു സ്വാമിയുടെ പ്രധാനമായ ലക്ഷ്യം. നാം 50 വർഷം കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. അതിനും 50 വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി. ഇതൊക്കെ സത്യമായ കാര്യമാണ്, രേഖകളിലുള്ളതാണ്, വാക്കുകൾ കൊണ്ട് കള്ളം പറയുന്നതല്ല. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. സൗജന്യമായി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു 68 മുതൽ.
അതേ കാലഘട്ടത്തിൽ അതിനു മുമ്പ് ഭഗവാൻ തന്റെ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു പ്രതിജ്ഞയുണ്ട്, ഞാൻ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കും. പുട്ടപ്പർത്തിയിൽ എന്തുണ്ടായി? ജനറൽ ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. വൈറ്റ് ഫീൽഡിൽ ജനറൽ ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. ഇത് 30 വർഷത്തോളം അത് തുടർന്ന് വരവേ ഈ സ്കൂളും കോളേജുകളും സൗജന്യ വിദ്യാഭ്യാസം ആൺകുട്ടികൾക്കും അങ്ങനെ ഉണ്ടായി അവിടെ. തുടർന്ന് എന്ത് ചെയ്തു ഭഗവാൻ? രായൽസീമ എന്ന ഒരിക്കലും വെള്ളം കിട്ടിയിട്ടില്ലാത്ത പ്രദേശത്ത് ആന്ധ്രയിൽ ഭഗവാൻ ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെള്ളം അവിടെ കൊണ്ടുവന്നു. ആരിൽ നിന്നും 1 രൂപ ഭഗവാൻ വാങ്ങിയിട്ടല്ല, ഭക്തർ കൊടുത്ത, ഭക്തി കൊണ്ട് കൊടുത്ത ആ രൂപ കൊണ്ടാണ് അത് ചെയ്തത്. ഒരു സർക്കാരിന്റെയും 1 രൂപ പോലും ഭഗവാൻ വാങ്ങിച്ചില്ല. എന്തുകൊണ്ട് ഭഗവാൻ ഭക്തർ കൊടുത്തു? സ്നേഹം, സ്നേഹം, സ്നേഹം. ഇത് മാത്രമായിരുന്നു സ്വാമി പറഞ്ഞത്. ആ സ്നേഹം കൊണ്ടാണ് കൊടുത്തത്. ഇന്ന് ഇവിടെ നിങ്ങളെ സേവിക്കാനാണ് ഇവിടെ നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കാനാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞ കാര്യം പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ സ്വാമി 91 നവംബർ 23 തന്റെ ദിവ്യ പ്രഭാഷണത്തിൽ സ്വാമി പറഞ്ഞു, ലോകോത്തര നിലവാരമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 36 ദശലക്ഷം സ്ക്വയർ ഫീറ്ററുള്ള ഓമിന്റെ മാതൃകയിൽ ഇവിടെ ഒരു ആശുപത്രി പണിയും. അന്ന് ആശുപത്രിക്ക് സ്ഥലം പോലും ആയിട്ടില്ല. മനസ്സിലാക്കുക. ആ സ്ഥലം പല ഭക്തരും ഭഗവാന്റെ നാട്ടിലുള്ളവർ ഭഗവാന് ദാനം ചെയ്തു. 1 വർഷത്തിനുള്ളിൽ ഭഗവാൻ നവംബർ 23, 1992 ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? നാം മനസ്സിലാക്കുക, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ പണിത് ആ ആദ്യത്തെ ദിവസം തന്നെ 8 ഹൃദയ ശസ്ത്രക്രിയകൾ ആദ്യത്തെ 4-5 മണിക്കൂറിനുള്ളിൽ അവിടെ നടത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതാണ് മാതൃക. അപ്പോ ഭഗവാൻ എന്താണ് നമ്മെ പഠിപ്പിച്ചത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ ആരെയും വെറുക്കരുത്, നിങ്ങൾ എല്ലാ പേരെയും സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ പറച്ചിലിൽ മാത്രം സ്നേഹം പോരാ. നാം ആദ്യം നമ്മുടെ വീട്ടിൽ സ്നേഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്ത അയൽവക്കക്കാരനോട് സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. വീടിനകത്ത് പരസ്പരം സ്നേഹം വേണം. ഭഗവാൻ ഈ സ്നേഹം വേണമെന്ന് പറയുമ്പോൾ സ്വാമി പറയുന്നത്, നീ എന്തെങ്കിലും ത്യാഗം ചെയ്താൽ മാത്രമേ ആ ത്യാഗത്തിന് ഈശ്വരനിൽ നിന്നും നിനക്കൊരു നല്ല അനുഭവം ഉണ്ടാവുകയുള്ളൂ. സ്വാമി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ത്യാഗം എന്താ? നീ 3 നേരം ചായ കുടിക്കുന്നവനാണെങ്കിൽ 2 നേരത്തെ ചായ കട്ട് ചെയ്ത് അതിലെ കാശ് നീ സൂക്ഷിച്ചു വെച്ച് എന്ത് ചെയ്യണം? മറ്റൊരുവന് 1 നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ സേവ് ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇതായിരുന്നു സ്വാമി നമുക്ക് സേവ് ആൻഡ് സെർവ് എന്ന പദ്ധതി പ്രകാരം ഭക്തനോട് പറഞ്ഞു തന്നത്. സ്വാമി തന്റെ ഈ സേവനങ്ങൾ ചെയ്യാനായി ഭഗവാൻ ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ സംഘടന എന്ന പേരിൽ ഒന്ന് രൂപീകരിച്ചു. സ്വാമി എന്തിനാ അത് രൂപീകരിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാമി പറഞ്ഞു, ഞാനൊരു സംഘടന നിങ്ങൾക്ക് നൽകുന്നു. ഈ സംഘടന തരുന്നത് എന്തിനാണ്? പരസ്പരം സ്നേഹിക്കാതിരിക്കാനല്ല, വിദ്വേഷം ഉണ്ടാക്കാനല്ല, ഇതിനകത്ത് വഴക്കുണ്ടാക്കാനല്ല. മറ്റെന്തിനാണ് തന്നത്? ഞാൻ എന്താണോ സമൂഹത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ലവ് ഓൾ, സെർവ് ഓൾ, ഹെൽപ്പ് അവർ, ഹെർട്ട് നെവർ എന്ന് പറയുന്നത് ഈ സംഘടനയിലൂടെ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. എന്നിട്ട് സ്വാമി പറഞ്ഞു, ഈ സംഘടനയാണ്, ഇതെന്റെ ശരീരമാണ്, ഈ ശരീരത്തിൽ നിങ്ങൾ മുറിവുണ്ടാക്കരുത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഇതിൽ റിഫ്ലക്ട് ചെയ്യും. എന്റെ ശരീരത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവും, അത് എനിക്കാണ് ഉണ്ടാകുന്നത്. അപ്പൊ നാം ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും ഇത് ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്, ഭഗവാനാണ് ചെയ്യുന്നത്. നാം ചെയ്യുന്നതിലെ ശരിയും തെറ്റും സ്വാമിക്കാണ് പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയാണ് നാം ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഗുണഭോക്താക്കളായ നിങ്ങളോടും പറയുന്നത്, നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇനിയും നിങ്ങൾ മനസ്സിലാക്കാൻ വൈകരുത്. ഈ തരുന്ന സ്നേഹത്തിലൂടെ മാത്രമല്ല. ഇപ്പം നേരത്തെ ശ്രീകുമാരൻ നമ്പി സാറ് പറഞ്ഞു, പിന്നെ ഇവിടെ സാറും പറഞ്ഞു, ഇന്ന് എന്താണ്, നിങ്ങൾ ഇന്ന് ഭഗവാൻ ഒരു കാര്യം ചെയ്താൽ അന്ന് രാത്രി തന്നെ അനുഭവം അറിയുമെന്നാണ്. അന്ന് രാത്രിയൊന്നും പോകണ്ട, 1 സെക്കൻഡ് പോലും വേണ്ട. നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ആ ഈശ്വരൻ വിചാരിക്കണം.
എങ്കിലേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ വന്നിരിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു. എൻ്റെ 100-ാം ജന്മദിനത്തിൽ ഇന്ന ഫോർട്ട് സമിതിയിലെ ഇന്ന ആൾക്കാർ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഹൃദയ സംഗമം വയ്ക്കുമ്പോൾ ആ ഹൃദയ സംഗമത്തിൽ ആരൊക്കെ വരണം? ഇന്ന ആൾക്കാർ വരണം, ഇന്ന പേരുകളുള്ള ആൾക്കാർ വരണം, ഇന്ന കളറുള്ള. നിങ്ങളുടെ സ്വന്തമായ എത്ര പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞത്? നാം അറിയാതെ നമ്മളെ ഒരാൾ കൈപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ നമ്മൾ രാമനെന്നും കൃഷ്ണനെന്നും ക്രിസ്തുവെന്നും അള്ളാഹു എന്നും പല നാമത്തിലാണ് വിളിക്കുന്നത്. പക്ഷേ ആ വിളിക്കുന്ന വ്യക്തിയെ നാം മനസ്സിലാക്കുന്നില്ല, നാം കാണുന്നില്ല. കാണാത്തത് കൊണ്ടാണ് ഈശ്വരൻ എവിടെയെന്ന് നാം വിചാരിക്കുന്നത്. പക്ഷേ അമ്മമാരെ, ഞാൻ പറയുന്നു, ഒറ്റ കാര്യമേ ഉള്ളൂ. ഭഗവാൻ ഓരോ സെക്കൻഡിലും നിങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും പുറകിലും മുന്നിലും മുകളിലായും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള നാം ഏവരും മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സ്വാമി നമുക്ക് തന്നിട്ട് പോയ തത്വം ഇത്രയേ ഉള്ളൂ. ഈ 100-ാം ജന്മദിന വേളയിൽ സ്വാമി പറയുന്നതും വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എല്ലാ പേരെയും സ്നേഹിക്കുക, എല്ലാ പേരെയും സേവിക്കുക. ഭഗവാന്റെ ഭക്തന്മാർ സ്വാമിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്തെല്ലാം തരത്തിൽ അസുഖം, എന്തിനാണ് ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ ഉണ്ടാക്കിയത്? സ്വാമി ഒന്ന് തൊട്ടാൽ പോരെ, അസുഖം മാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ നിയമവും ചട്ടങ്ങളുമുണ്ട്. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ നിയമവും ചട്ടവും ഉണ്ട്. അപ്പൊ അതിലൂടെ വേണം ഓരോരുത്തരും കടന്നു പോകാൻ. മനസ്സിലായില്ലേ? നമ്മൾ ഭഗവാന്റെ നാമത്തിൽ പറയും. എന്താണ്? ഒരാൾ ഒരു അസുഖം വരുമ്പോഴായിരിക്കും ഈശ്വരനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മുടെ ആ നാമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഓം കാലായ നമഃ, കാലകാലായ നമഃ, കാലദർപ്പദമനായ നമഃ എന്ന് പറയാറുണ്ട്. എന്തിനാണ്? കാലൻ ആയി വരുന്നവനെ അടിച്ചു ഓടിക്കാനാണ് പറയണത്. ഈ നാമം ആ അർത്ഥത്തിൽ ഈശ്വരന്റെ മുന്നിൽ നാം വിളിച്ചാൽ, പറഞ്ഞാൽ, ഈശ്വരൻ ശരിക്കും നമുക്ക് വർഷങ്ങളോളം ഈ ജീവൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും സ്വാമി കൊണ്ടുപോവില്ല. ഭഗവാൻ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിപ്പോകണം സേവനം ചെയ്യാൻ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓരോരുത്തരും ഇവിടെ നാം ഈ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ മഹിമ മനസ്സിലാക്കണം. മഹിമ, ഭഗവാന്റെ മഹിമ. ആ മഹിമ മറ്റൊന്നുമല്ല, സമൂഹത്തിന് സേവനം ചെയ്യുക. നമുക്ക് എങ്ങനെ സേവനം ചെയ്യാൻ പറ്റും? അതിനൊരു മനസ്സ് വേണം. ആ മനസ്സായി നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. ഇനി കാശുണ്ടോ? നമ്മൾ എങ്ങനെ? ഞാൻ പണക്കാരനല്ല, നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളെ ആ സേവന പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഓരോരുത്തരും ഈ സേവനത്തിനായി നമ്മളോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാ പേർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. വിജയ്. ഇവിടെ വിശിഷ്ട വ്യക്തികൾ ഈ മഹത് സംരംഭത്തെക്കുറിച്ചും ഇത് നടക്കുന്ന പദ്ധതികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട NSS മെമ്പറിന് ആഗോള മാനവികതയെക്കുറിച്ചാണ്, അത്തരത്തിലാണ് അദ്ദേഹം വിഭാവനം ചെയ്യുക. അത് 100% ശരിയാണ്. ലോക സാഹോദര്യവും ലോക മാനവികതയും ലോക സ്ത്രീ ശാക്തീകരണമാണ് ഈ പറഞ്ഞ. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഭഗവാൻ ഹിന്ദു മത ആചാരപ്രകാരം പണ്ട് പെണ്ണുങ്ങൾക്ക് വേദം പറയാൻ പാടില്ല. ഇത് മാറ്റിമറിച്ചത് ഭഗവാനാണ്. നമുക്കറിയാം, ഇവിടെ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദ സ്വാമികളൊക്കെ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ആ സ്ഥലത്താണ് സാക്ഷാൽ അവതാര പുരുഷനായ പ്രേമസ്വരൂപൻ, സ്നേഹം അവതാരം കൊണ്ടാണ്, വേറെ ഒന്നും നിങ്ങൾ സംശയിക്കേണ്ട. അതാണ് എല്ലാ ജാതി മതസ്ഥരെയും ഉൾക്കൊള്ളാനുള്ള, എല്ലാ സർവ്വജീവജാലങ്ങളെയും ഉൾക്കൊള്ളാൻ, ഇവിടെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവ്വജീവനെയും സ്നേഹിക്കുന്ന ഈശ്വരൻ്റെ സ്നേഹത്തിൻ്റെ മനുഷ്യൻ്റെ രൂപമാണ് ഈ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു വേർതിരിവോ പക്ഷാഭേദമോ വെറുപ്പോ ഇല്ല. പ്യുവർ ലവ്. ഒരമ്മ ഒരു കുഞ്ഞിനെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന പോലെ നമുക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനില്ല. അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് ഭഗവാൻ തരുന്നത്. ഇതിനകത്ത് വേറെ ഒരു കള്ളമില്ല, കാപട്യമില്ല, പറ്റിപ്പില്ല, അന്ധവിശ്വാസമില്ല. ഇത് നമുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് നിമിഷം നിങ്ങൾ ഒരാളെ പരമാർത്ഥമായി സ്നേഹിക്കുന്നു, ഒരാളെ സേവിക്കുന്നു, അയാൾ ആവശ്യം പറഞ്ഞ് സഹായിച്ച ആ നിമിഷം ഈശ്വരൻ നിങ്ങൾ ഇടപെടും. ഒരു സംശയം. അവിടെ ജാതി മതവും രാഷ്ട്രീയവും ഇതെല്ലാം ചെയ്തിരിക്കുന്ന ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നത്. പലരും ചോദിക്കുന്നു,
നമ്മൾ എങ്ങനെയാണ് ഈ സേവന പ്രവർത്തനം നടത്തുന്നത്? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ബഹുമാനപ്പെട്ട ഡോക്ടറാണ്. ഡോക്ടർ ആദ്യം സീറ്റ് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഒരു സംഭാവന ഇവിടെ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലുള്ള ഒരു ഡോക്ടർക്ക് ഒരു ദിവസം ഒരു 10-50 പേഷ്യൻറ്റിനെ നോക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 25,000 രൂപയെങ്കിലും കൊടുത്താൽ വരുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്കാദ്യം ഇങ്ങോട്ട് ഡൊണേഷൻ തന്നിട്ടാണ് അദ്ദേഹം സീറ്റിൽ പോയിരിക്കുന്നത്. ഇപ്പം സംഭവം പിടിയിട്ട് കാണുമല്ലോ. ഇങ്ങനെ ഇവിടെ വരുന്ന ഓരോരുത്തരും, അല്ലാതെ നമുക്ക് കളക്ഷൻ ഇല്ല, വീട്ടുപിരിവില്ല, മേളിൽ നിന്ന് നമ്മളെ സംഘടനയിൽ നിന്ന് മേളിൽ താഴേക്ക് ഫണ്ടിങ് ഇല്ല. മനസ്സുള്ളവർ അവരെ യഥാശക്തി സഹായിക്കുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സാമൂഹ്യ സേവന ആധ്യാത്മിക കൂടുതലും സേവനമാണ് ചെയ്യുന്നത്. സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അത്തരത്തിലാണ്. ഈ പറഞ്ഞ കോടിക്കണക്കിനുള്ള പദ്ധതികൾ ഭാവം ചെയ്തും ചോദിച്ചിട്ടല്ല, അറിഞ്ഞുകൊണ്ടുകൂടി. ഇവിടെ ഒരു വെള്ള പ്രോജക്റ്റ് ഉണ്ട്. സന്മനസ്സായ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാൻ അവർ പൈസ കൊണ്ടുവരും. ചോദിക്കൽ ഇത്ര വേണം, മിനിമം ഇത്ര, അങ്ങനെയൊന്നുമില്ല. അണ്ണാരക്കണ്ണനും തന്നാലായത്. ഏറ്റവും കുറഞ്ഞതായാലും 1 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ 1 കോടിയേക്കാളും വില മതിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ. ഒരു സംശയം വേണ്ട, ഇതിനകത്തൊരു മറയില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഡോക്ടർ ശങ്കരപിള്ള സാർ അവരുടെ പറഞ്ഞത്. അദ്ദേഹം രോഗികളെ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് സംഘടനയ്ക്ക് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തുക സംഭാവന ചെയ്തിട്ടാണ് വീണ്ടും ഈ പറഞ്ഞ പോലെ 10,000-25,000 രൂപയ്ക്ക് ഫീസ് ഈടാക്കാവുന്ന സേവനം ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ചടങ്ങോടി ഇത് സദസ്സ് ഇവിടുത്തെ ഇന്നത്തെ ഇത് അവസാനിക്കും. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണമുണ്ട്. അതിൻ്റെ പ്രതീകാത്മക സൂചകമായിട്ട് ആ ഒരു കിറ്റ് നൽകുന്നതിലേക്കായിട്ട് നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധി ശ്രീമതി ഗീതാ മുരുകൻ ഒരു ആളിനെ വിളിച്ചു. ഒപ്പം ബർത്ത്ഡേ പ്രസാദം. ഇപ്പം തന്നെ സമയം നമ്മുടെ 10 മണിയാണ് മെഡിക്കൽ ക്യാമ്പിൻ്റെ ടൈം. ഒരു 10:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അധികം ഒന്നും പറയുന്നില്ല. ഇവരിയ്ക്കുന്ന എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് NSSൻ്റെ കരയോഗം പ്രസിഡന്റ് നമ്മുടെ വിജയകുമാർ സാറ്. കാരണം സാറ് ഇവിടെ ഇല്ല. സാറ് ഇന്നലെ കാസർഗോഡ് നിന്ന് എന്നെ വിളിച്ചിരുന്നു ഇന്നലെ. കാരണം എത്താൻ പറ്റുകയാണെങ്കിൽ ഇവിടെ എത്തും, അല്ലെങ്കിൽ സെക്രട്ടറിയെ പിന്നെ പല ജയകുമാർ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും, അതേപോലെ നമ്മുടെ ശങ്കരപിള്ള ഡോക്ടർ, ഗൗത, രാജപ്രതാപ് സാറ്, DP, ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വോട്ട് സമിതിയുടെ പേരുള്ള നന്ദിയും കടപ്പുറം രേഖപ്പെടുത്തുന്ന സായിറാം. അതേപോലെ ഈ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് ഏകദേശം 4ാം വർഷം കംപ്ലീറ്റ് ആവുകയാണ്. 2022 ഞങ്ങളിത് ആരംഭിച്ചു. കാരണം ഇതിപ്പോൾ 4ാമത്തെ വർഷം ഇത് പൂർത്തിയായി. കഴിഞ്ഞ വർഷം നമ്മുടെ ശ്രീകുമാർ സാറായിരുന്നു തോന്നുന്നു ഉദ്ഘാടനം, അന്ന് ബ്ലോക്ക് മെമ്പറെ കണ്ടത്. ഇതിപ്പോൾ 4ാം വർഷമാണ് ഇത് പൂർത്തിയായത്. ഇനിയിപ്പോൾ ഞങ്ങൾ 5ാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത്. എല്ലാവരുടെയും ഈ കരയോഗത്തിന് തന്നെ പ്രത്യേകിച്ചൊരു നന്ദിയും കടപ്പുറം വോട്ട് സമിതിയുടെ പേരിൽ രേഖപ്പെടുന്നു. എല്ലാവർക്കും സായിറാം. നമ്മളെ അസുഖത്തിന് ഇവിടെ വന്ന് മരുന്നും ഗുളികയും ഇതൊക്കെ തരണതിൽ വളരെ സന്തോഷമാണ്. പിന്നെ ഭയങ്കര
എന്നുവെച്ചാൽ വേറെ ഒരു സ്ഥലത്തും പോവാതെ ഇവിടെ വന്ന് നമ്മൾ ആ സമയം മാസം തോറും വന്ന് ഗുളിക മരുന്നൊക്കെ വാങ്ങണത് വളരെ സന്തോഷം. പിന്നെ എനിക്കൊരു വീട്ടിൻ്റെ കാര്യത്തിന് ഞാൻ പറഞ്ഞിരുന്ന തറയിടണ കാര്യം, അതും കൂടെ എന്നെ ഒന്ന് സഹായിക്കണം. ഇപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞേക്കുന്നു. തറയിടണ കാര്യമാണ് സാറേ, അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരം. ഇതൊന്നും തരണേ, എന്നെ വയ്യ, ഒട്ടും വയ്യാത്തതിനെ കൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് കുറുക്കിന് വയ്യ, വേണ്ട നീര്, അതുകൊണ്ട് നെഞ്ചു വേദന, അതുകൊണ്ട് എനിക്ക് എല്ലാവരും കൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. ആരുമില്ല തന്നെ. ഇപ്പോൾ ഞാനൊരു 1-2 വർഷമായിട്ട് നമ്മുടെ ഈ സായിറാം സേവാ സമിതിയുടെ മരുന്നാണ് എനിക്ക് ഉപകാരപ്പെടുന്നത്. എനിക്കതിൽ വളരെ കൃതാർത്ഥനയും സായിറാമിനോട് കടത്ത കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമസ്കാരം. രണ്ടായിരത്തി 1 മുതൽ വെള്ളാറ് വന്നത്. എൻ്റെ ചെറുമോക്ക് 6 മാസമായപ്പം മുതൽ വെള്ളാറ് തുടക്കമായി. അന്ന് മുതൽ ഇന്ന് വരെയും മരുന്ന് വാങ്ങണം. സ്വാമിയുടെ പേരും പറഞ്ഞ് മരുന്ന് വാങ്ങിക്കണം. അസുഖം കുറയണതിന് സന്തോഷമേ ഉള്ളൂ. പുട്ടപർത്തിയിൽ തുടങ്ങിയിട്ട് 16 വർഷത്തോളമായി. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം പോകും. ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഞാൻ 2 വർഷം കൊണ്ട് പോകണില്ല. അടുത്ത് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഭഗവാൻ വിളിക്കിട്ട് ഭഗവാന്റെ സേവനം ചെയ്യാൻ ഒരുക്കമാണ്, സന്തോഷമാണ്. കോർട്ടിലും പോകാറുണ്ട്, വ്യാഴാഴ്ചോറും പോകണം. അതൊക്കെ സന്തോഷമാണ്. ഭഗവാന്റെ ഭജനയൊക്കെ കേൾക്കണ ഇഷ്ടം തന്നെയാണ്. ഭഗവാനില്ലാത്ത ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ എന്തിനും ഭഗവാന്റെ അടുത്ത് എനിക്ക് എത്തണമെന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെയാണ് പോണത്. അതിനുള്ള നന്മ എനിക്ക് ഭഗവാൻ തരുന്നുണ്ട്. ഓം ശ്രീ സായിരാം. 2 വർഷം കൊണ്ട് ഇവിടുത്തെ ചികിത്സയാണ് മരുന്നൊക്കെ കഴിക്കണത്. 2 വർഷം കൊണ്ട് ഇവിടുത്തെ ചികിത്സയാണ്. വേറെ പുതിയതായിട്ട് വിശേഷമൊന്നുമില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ 3 നേരം. വലിയ സഹായമാണ് വരുന്നത്. 4 വർഷത്തിൽ കൂടുതലായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അവരുടെ നല്ല സഹകരണവും സ്നേഹവും സ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മരുന്ന് നല്ല ഫലപ്രദമാണ്. പിന്നെ നമ്മളധികമായിട്ട് സ്വാമിയെ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. ഇവിടെ ക്യാമ്പും പ്രവർത്തനമൊക്കെ കൊള്ളാം. നല്ല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞറിഞ്ഞ് പലവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്യാമ്പിൻ്റെ പ്രവർത്തകരും നല്ലവരാണ്. അവരെ കൂടെ എല്ലാവരും പ്രവർത്തിക്കുന്നവരും എല്ലാം നല്ലവരാണ്. ഡോക്ടർമാരും കൊള്ളാം, എല്ലാം നല്ലതാണ്. നമുക്ക് ഇവിടുത്തെ മരുന്ന് തരണയിലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും
വലിയ ഉപകാരമൊക്കെയാണ്. നമുക്ക് നന്ദി ഉണ്ട് മരുന്നിനോട്, ഏറ്റവും നന്ദിയാണ്, വളരെ നന്ദിയാണ്. നമുക്ക് മരുന്ന് തരണമെങ്കിൽ നമുക്ക് ദാമ്പത്യം ഇല്ലാത്തതിന് ഏറ്റവും നല്ലതാണ്. ക്യാമ്പ് നല്ല രീതിയിൽ നടക്കട്ടെ. ഇനിയും വരും കാലങ്ങളിൽ ക്യാമ്പ് വരും കാലങ്ങളിൽ ഇനിയും നല്ല രീതിയിൽ നടക്കട്ടെ. ഓം ശ്രീ സായിരാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സത്യസായി സേവ ഓർഗനൈസേഷൻ എന്നൊരു ഓർഗനൈസേഷനുണ്ട്. സ്വാമിയുടെ സത്യസായി ബാബയുടെ പേരിലാണ് നമ്മൾ നടത്തുന്നത്. അതിൽ 26 സമിതിയുണ്ട്. അതിൽ ഞങ്ങൾ 4th സമിതിക്കാരാണ് ഈ ചെയ്യുന്നത്. ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. ആ ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം? ക്യാമ്പിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഉള്ളത്. കാരണം ഇത്രയും ധാരാളം പേരുടെ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും പലതിനെയും കുറിച്ചുള്ള അറിവുകളും ഇത്രയും പേരെ സഹകരിച്ച് കൊണ്ടുപോകുന്നതിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളും മാസം തോറുമുള്ള ചികിത്സയുടെ രീതിയും ആയുർവേദത്തിനെ കുറിച്ചുള്ള മരുന്നുകളും ഇതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി, സുഖമില്ലാത്തവർക്ക് വേണ്ടിയും എല്ലാ രീതിയിലുള്ള സഹകരണവും വീട് വെച്ച് കൊടുക്കുന്നതും അവരെ സഹായിക്കുന്നതും എല്ലാത്തിനോടും ഒരുപാട് നന്ദിയുണ്ട്. അതിനോടൊപ്പം എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആണ് നമ്മുടെ ആഗ്രഹവും താല്പര്യവും. അപ്പം അതിനോടുകൂടി നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അത് എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണമെന്നുള്ളത് ആണ് ഞങ്ങൾ അങ്ങോട്ട് സഹകരിക്കുമ്പോൾ നിങ്ങളും ഇങ്ങോട്ട് സഹകരിക്കണം. നമ്മുടെ 4th സമിതിയുണ്ട്. ആ സമിതിയിലോട്ട് നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഒരു വ്യാഴാഴ്ചയെങ്കിലും ഒന്ന് അവിടെ വരിക. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും സ്വാമിയുടെ സർവീസ് നടത്തുന്നുണ്ട് പുട്ടപർത്തിയിൽ. ആ പുട്ടപർത്തിയിലെ സർവീസിന് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് വരാം. പൈസ ഉള്ളവർക്ക് ടിക്കറ്റ് തനിയെ എടുക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പൈസ തന്ന് ടിക്കറ്റ് എടുത്ത് നിങ്ങളെ കൊണ്ടുപോകും. അവിടെ വന്ന് ഒരിക്കൽ നിങ്ങൾ ഭഗവാന്റെ അവിടെ കാണണം. പ്രശാന്തി നിലയം എന്ന് പറഞ്ഞ ഒരു വലിയ ഇതാണ്, ഒരു ലോകമാണ്. നമുക്ക് കണ്ട ദ്വാരം. ഞാൻ ഒരിക്കൽ നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ഒരു കുറച്ച് പേര് ചേർന്ന് നിങ്ങൾ വ്യാഴാഴ്ച ഒരു സമിതിയിൽ വരിക. അപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷമായിരിക്കും. ഇവിടെ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നാണ് കൊണ്ടുവരുന്നത്. ഇതാരും തരുന്നതല്ല. ഞങ്ങളെല്ലാവരും കൂടെ പൈസ ഇട്ട് ഞങ്ങളിൽ മിച്ചം വരുന്ന പൈസ എടുത്ത് വാങ്ങിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ എല്ലാവരും സഹകരിച്ചാൽ വലിയ ഉപകാരമായി. ഇനി ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമാണ്. ഇത്രയും പേർക്ക് ഞങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ ഒരു വീട് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഒരു വീട് വെച്ച് കൊടുത്തിട്ടും വീട് ക്ലീൻ ചെയ്തൊക്കെ നല്ലതായിട്ട് കൊടുത്തു. അങ്ങനെ നമ്മളും കൂടുതൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങളും ഞങ്ങളൂടെ സഹകരിക്കണം. അപ്പോൾ എന്തായാലും മെഡിക്കൽ ക്യാമ്പ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഭാവിയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് നോക്കാം. തീർച്ചയായും. हरे स्वामी सत्य साई हरे भक्त जना संरक्षक भक्त जना संरक्षक भक्ति महेश्वर ओम जय जगदीश हरे शिवदना श्रीगरा सर्व प्राणपदे स्वामी सर्व प्राणपदे आश्रित कल्पलतिका आश्रित कल्पलतिका आवद्बान्धव ओम जय जगदीश हरे माता गुरुदेव गुमरियं करुणीते स्वामी मय्यं करुणीते नाद ब्रह्म जगन्नाथ नाद ब्रह्म जगन्नाथ मालेन्द्राशयन ओम जय जगदीश हरे ओंकार रूप शिव साई महादेवा सत्य साई महादेवा मंगलारति अंदुगु मंगलारति अंदुगु
സത്യനാരായണ നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം ജയ് സദ്ഗുരുദേവ നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം ജയ് സദ്ഗുരുദേവ നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം സത്യനാരായണ നാരായണ ഓം നാരായണ നാരായണ ഓം ജയ് സദ്ഗുരുദേവ ഓം ശാന്തി 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 സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു ഓം ശാന്തി 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 जय बोलो भगवान श्री सत्य साई बाबा